ഹലോ എവരിബഡി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് Insta360 Pro 2 Proയുടെ ക്രിയേറ്റർ കിറ്റാണ്. ഞാനത് ഇന്നലെ വാങ്ങിയതാണ്. ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല, ഇത് അൺബോക്സ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. ഇന്നലെ ജോലിയുടേതായ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് സമയം കിട്ടിയപ്പോഴത്തേക്ക് ഏതായാലും നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ആ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എനിവേ ഓരോരുത്തർ ഇത് കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കും അറിയാം. പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ എന്നിൽ കഴിയുന്ന രീതിയിൽ ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള വിവരങ്ങളൊക്കെ ഇതൊക്കെയാണ്. യുവർ പെർഫെക്റ്റ് AI ഫിലിം മേക്കർ. ഇതിൻ്റെ സൈഡിൽ അതിൻ്റെ ഫങ്ഷനുകളെ പറ്റി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 360 ഇൻഫിനിറ്റ് പാൻ ട്രാക്കിംഗ്, ട്രാക്ക് വിത്ത് ഐഫോൺ ക്യാമറ, ആപ്പ് ആൻഡ് ഫേസ് ടൈം, tracking 200+ iOS apps, AI powered deep track 40, AI mobile editing suite. അതിൻ്റെ പുറയിൽ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Insta360 Pro 2 Pro ഉണ്ട്, ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ട്, മാഗ്നറ്റിക് ഫോൺ മൗണ്ട് ഉണ്ട്, മാഗ്നറ്റിക് ഫോൺ ക്ലാമ്പ് ഉണ്ട്, USB-C ചാർജ് കേബിൾ ഉണ്ട്, USB-C to USB-A ചാർജ് കേബിൾ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് പൗച്ച് ഉണ്ട്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നെ ഇത് കോമ്പാക്ട് ഡിസൈനാണെന്നും ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. TDRA ആണ്, അതായത് ദുബായിൽ UAE ഇതാണ് TDRA എന്ന് പറയുന്നത്. ഫോൾഡബിൾ ആണ്, പോർട്ടബിൾ ആയിട്ടുള്ള റോബസ്റ്റ് മിൽട്ടൺ ട്രൈപോഡ് ആൻഡ് സെൽഫി സ്റ്റിക്ക്, പിന്നെ 3 ആക്സിസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഡിറ്റാച്ചബിൾ മാഗ്നറ്റിക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, 10 hours ബാറ്ററി ലൈഫ് ആൻഡ് എമർജൻസി പവർ ബാങ്ക് എന്നിവയെല്ലാം ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ. ഇങ്ങനെയല്ലേ കാണാം. കൊടുക്കുന്നത് ഇവിടെ സീലുണ്ട്, അതും പൊട്ടിക്കണം. പൊട്ടിച്ചേക്കാം. പൊട്ടിച്ചു. ഓക്കെ, തുറന്ന് വന്നപ്പോഴത്തേക്ക് ഓൾ ഇൻ വൺ സർവീസസ് ആൻഡ് QR code to access the app. Total manual syntax Insta360. പിന്നെ അസംബിളും കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ട് യു വിൽ ക്യാപ്ചർ, എന്ത് നിങ്ങൾ ക്യാപ്ചർ ചെയ്യും, നമ്മളെന്തും ക്യാപ്ചർ ചെയ്യും. ഇതിനകത്ത് എന്താണ് ക്വിക്ക് ഗ്രിപ്പ്, ട്രൈപോഡ് പൊസിഷൻസും, ലോ ഗ്രിപ്പ്, പൊട്ടിക്കാൻ, camera tracking the 200 compatible apps, one tap shooting with Insta360 app, shooting with pre-tiles mode, അങ്ങനെ Insta360 2 Pro അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇതാണ് ആ ക്യാരിങ് ബാഗ്. ഓക്കെ, പിന്നെ ഇത് ആ മൗണ്ട്, ഫ്ലാഷ് ലൈറ്റ് എല്ലാം ഉണ്ട്. ഇതൊക്കെ മാറ്റി വെക്കാം. നമ്മുടെ ആളുകളെ ഇങ്ങോട്ട് പുറത്തെടുക്കാം. നമുക്ക് മാർക്കറ്റ് ഇതാണ് ഇങ്ങോട്ട് സ്മോളൊക്കെ തന്നെ. എന്നാലും ഇത് വലിപ്പം ഉണ്ടോ എന്നൊരു സംശയം. മാഗ്നറ്റിക് ഫോൾഡ് ഇവിടെ ഉണ്ട്. ഇത് മാഗ്നറ്റിക് ഫോൾഡ്. ഇതിനൊക്കെ ഇറങ്ങിയ ഫോൺ ഹോൾഡർ ഇത് മേടിച്ചില്ല. ഓക്കെ, ഇത് നമുക്കിത് പൊട്ടിക്കാം. തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. അപ്പം ഇതാണ് നമ്മുടെ സംഭവം. അയ്യട മനമേ, ഇത് എവനാണ് അയ്യട എന്നായാലും നമുക്കിത് പൊളിക്കാം. ഇവന്മാരെയൊക്കെ പൊളിക്കുക. കാര്യങ്ങളൊക്കെ എഴുതിയിട്ടൊക്കെയുണ്ട്.
NFC-യുടെ സംഭവങ്ങൾ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇവനിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ ബാക്കി നമ്മൾ പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. വളരെ സൂക്ഷിച്ചിട്ട് ബാക്കിയിലേക്ക് വെച്ച് നോക്കാം. സംഭവം കൊള്ളാം, കിടു കേട്ടോ. എന്നാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവനെ എങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ അക്സസറീസിനെ പറ്റി അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ്. അതിനകത്തൊരു പേപ്പർ ചുരുട്ടി വെച്ചിട്ടുണ്ട്. എന്താ ഇതിൽ കിക്ക് സ്റ്റാർട്ട് ഗൈഡും കാര്യങ്ങളും സേഫ്റ്റി ഗാർഡൻസും സ്റ്റിക്കറാണ് കേട്ടോ. വാറണ്ടി കാർഡ്, സ്പോട്ട് ലൈറ്റിൻ്റെ ഉപയോഗങ്ങളെ പറ്റി അതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് കുഴപ്പമില്ല കേട്ടോ. ഗ്ലാസ് ഒക്കെ തേക്കാൻ ഉപയോഗിക്കാൻ തോന്നുന്നു പറഞ്ഞു കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. മറ്റേ മാഗ്നറ്റിക് ഹോൾഡർ പേരുന്നാളൊന്നും എഴുതിയിട്ടില്ലടേ പോയി. ഓളിക്കും പറയാത്തും കേട്ടോ. ഇപ്പോൾ ഫോൺ ഒട്ടിച്ച് വെക്കണം വരുമ്പോൾ. ഓക്കെ, ഫ്ലാഷ് ലൈറ്റ് എനിക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങളാണ് ഒരു മടി വരാൻ പോകും. അപ്പോൾ ഇതാണ് ഫ്ലാഷ് ലൈറ്റ്. സ്പീക്കറൊക്കെ ചൂടിൻ്റെ വെള്ളം കുറയ്ക്കാൻ വേണ്ടി വല്ല ആയിരിക്കും. സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊരു കേബിളും ഉണ്ട്. വിളിക്കുന്നുണ്ട്. 2 കേബിളുണ്ട് കേട്ടോ. 2 കേബിളുണ്ട്. ചാർജിങ് മറ്റേ ഒന്ന് ചാർജിങ്ങിന് വേണ്ടിയുള്ളതും പിന്നെ മറ്റേ ഇത് നമ്മൾ മൊബൈലും ചാർജ് കുറയാണെങ്കിൽ നമുക്ക് ഇതെന്ന് ജിമ്പലേന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള കേബിളാണ്. ഓക്കെ, എനിവേ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇതിൻ്റെ ഉപയോഗത്തെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണിച്ചു തരികയും. താങ്ക് യു എവരിബഡി, വെരി താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നത്തെ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.